നമ്മളൊരു നൈസ് ഒരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഏതാണെന്ന് മനസ്സിലാക്കാണ്. പൈൽമാൻ ജയിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ മറ്റൊരു കാപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി എന്തൊരു ഉറുമ്പല്ലേ ചടങ്ങിന്റെ പേര് വീഡിയോ ബ്ലോഗിന്റെ പേര് എന്താണ് നമ്മൾ ഇന്നത്തത്? ഹൂ ഈസ് ഹൂ ആരാണ് ആര്, അതാണ് ഹൂ ഈസ് ഹൂ ചലഞ്ച് ആണ് ഗൈസ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഹൂ ഈസ് ഹൂ ചലഞ്ച് ആണ് ഗൈസ്. അപ്പൊ അതാണ് ചലഞ്ച്. അപ്പോൾ അമ്മയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എട്ടനദർ വ്ലോഗ് ഓഫ് കാഫി കമ്പനി. ഇന്ന് ആക്ച്വലി അമ്മയാണ് ഞങ്ങളുടെ കൂടെ. അമ്മ കുറച്ച് ടെൻഷൻ ആണ് അല്ലേ വിപി? ടെൻഷൻ ഉണ്ടോ അമ്മ? ഉറക്കെ പറ അമ്മ. എത്ര ഇവിടെ സിമ്പിൾ ആണെന്ന്. ഹൂ ഈസ് ലൈക്ലി ടു ബി സംസാരിച്ച അമ്മ. അമ്മ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം ആരാണ് അവരെ തല പിടിച്ച് മുക്കുക. ഭയങ്കര ടാസ്ക് ആണല്ലോ. സിമ്പിൾ ടാസ്കാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. റെഡിയാണോ അമ്മ? ഓക്കെ. രണ്ടുപേരും ഉണ്ടോ? രണ്ടുപേരും മുക്കിയോ? രണ്ടുപേരില്ല, രണ്ടുപേരും മുക്കണ്ട. ടെസ്റ്റ് വെച്ചാ നീ അങ്ങ് മുക്കിയാ മതി. ഹൂ സ്പെൻഡ്സ് ദ മോസ്റ്റ് ഓഫ് മണി? ഏറ്റവും കൂടുതൽ കാശ് ആരാണ് ചെലവാക്കുന്നത്? മാത്രം ഇത് ചെലവാക്കാറേ ഇല്ല എന്നൊക്കെ. ഹൂ ഈസ് ദ മെസ്സിയസ്റ്റ്? അലങ്കോലപ്പെട്ട് നടത്തുന്ന ആരാണെന്ന്? നീ മുങ്ങിയില്ലല്ലോ. ഹൂ ഈസ് ദ മോസ്റ്റ് പാഷനേറ്റ്? ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളാരാണ്? കണ്ടല്ല. ഈ വീഡിയോ എടുക്കാനായിട്ട് വന്ന പഠിച്ച പാട് എനിക്കറിയാം. അടുത്തത് ഹൂ ഈസ് ദ ബെസ്റ്റ് ഡ്രൈവർ? ഹൂ ഈസ് മോർ ഫാഷനബിൾ? കൂടുതൽ ഫാഷനായി ഡ്രസ് ചെയ്യുന്ന കാര്യമാണ്. മുക്കുന്നു. ഓ എനിക്ക് നാരങ്ങളായിരുന്നേ കുടിക്കായിരുന്നു. ഹൂ ഈറ്റ്സ് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ തിന്നണ ആരാണെന്ന്? തിന്നണതാ രണ്ടുപേരും തിന്നു. നീ മുങ്ങണല്ലോ. നീ ഉടായിപ്പാണേ. നീ മുങ്ങണില്ല. മുടി മാറ്റിട്ട് നീ മുങ്ങിയാ കേട്ടോ. വെറുതെ നേരെ കേട്ടാ. പക്ഷെ മുഖത്ത് വെള്ളം കൂടെ ഇല്ല. അത് കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യണത് ആരാണ്? വഴക്കുണ്ടാക്കണത്. വഴക്കുണ്ടാക്കി വെള്ളം വെക്കണത്. ഒച്ചയുണ്ടാക്കണല്ലേ വഴക്കുണ്ടാക്കണത്. ഒച്ചയുണ്ടാക്കണം വഴക്കുണ്ടാക്കലല്ലേ. വഴക്കാളി. ഏറ്റവും കൂടുതൽ പാടിയിടുന്ന ആരാണ്? അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അമ്മ അങ്ങനെയല്ല. അമ്മ അച്ഛനെ വിളിച്ചോളൂ. അച്ഛനൊക്കെ മുങ്ങിയാ മതി. ഹൂ ഈസ് സ്മാർട്ടർ? ആരാണ് കൂടുതൽ സ്മാർട്ടർ? പേഴ്സണാലിറ്റി ആയിപ്പോയി. കുളിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. ഓക്കെ. ഇവരിൽ ആരുടെ കൂടെയാണ് ഷോപ്പിങ്ങിന് പോകാതിരിക്കേണ്ടത്? ആരുടെ കൂടെ പോകണം, ആരുടെ കൂടെയാണ് പോകാതിരിക്കേണ്ടത്? അമ്മയ്ക്ക് ഇപ്പോൾ ഒരാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എങ്കിൽ ആരെയാണ് കൊണ്ട് പോകാതിരിക്കണം? രണ്ടിലും ഒരാളെ കൊണ്ട് പോകാൻ പാടില്ല. അവളെ കൊണ്ടുപോയ ഒരു കാര്യമില്ല അവളെ കൊണ്ടുപോയ. അവള് ഒന്നും മേടിക്കാൻ സമ്മതിക്കൂല. കൊണ്ടുപോണ്ടത് കടന്റെ കൂടെ ഇതിൽ ആരാണ് അമ്മയുടെ അടുത്ത് കൂടുതൽ വേണ്ട എന്ന് പറയുന്നത്? വേണ്ട തന്നെ. ഇത് എനിക്ക് വേണ്ടി മാത്രം ഇത് കണ്ടൻ ചേട്ടൻ എഴുതിയ ക്വസ്റ്റ്യൻസ്. ഹൂ ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ആൽക്കഹോൾ? ആരാണ് ഇതിനെ കൂടുതൽ കള്ളു പിടിക്കുന്നത്? അതാരും കുടിക്കില്ല. അതാരും കുടിക്കില്ല. അത് വെറുതെ വെറുതെ നോക്കിയതാണ്.
ഇതില് അമ്മയ്ക്ക് ഒരു പെട്ടെന്ന് സഹായം, ഒരു ഹെൽപ്പ് വേണം, എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട്. ഇതിൽ ആരെ വിളിക്കും? കണ്ണനെ. അത് ഉറപ്പ്. നല്ലത് എനിക്കെല്ലാം പൊട്ടേ. എടി ചോദ്യം നല്ലതാണ്, നിന്നെ മുക്കാത്തോ നിന്നെ പൊട്ട വേണ്ട. നല്ലോണം പെരുമാറിക്കൊള്ളണം. ശരി. ഇതിൽ ആരാണ് കൂടുതൽ സമയം റെഡിയാവാൻ എടുക്കുന്നത്? അത് ബേബി. അതിനൊരു സംശയം വേണ്ട. കണ്ണൻ ചേട്ടന് റെഡിയാവേ വേണ്ട. ഹൂ ഈസ് മോർ ആംഗ്രി? ആർക്കാണ് കൂടുതൽ ദേഷ്യം? ദേഷ്യം രണ്ടു പേർക്കും ഉണ്ട് ദേഷ്യം. ഇതിൽ ആരാണ് ഹൂ ഈസ് ഫുഡ്? ഇതിലാരാണ് ഫുഡ് കൂടുതൽ കഴിക്കണം, അതിൽ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ ഫുഡ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ? റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ 7 foodies വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീ ലക്ഷ്മി. നടക്കുന്ന കണ്ണൻ. ബേബിക്ക് എന്നും ഒരു ചിക്കൻ കറി. എന്നും ഒരു ചിക്കന്റെ ബ്രസ്റ്റും ചോറും, ഇതിൽ ആരാണ് ഹൂ ഈസ് മോർ അനോയ്? അമ്മേനെ കൂടുതലിട്ട് ശല്യം ആവുന്ന ആരാണ്? ബേബി. അമ്മ ഇങ്ങോട്ട് വാട്ടോ. ഹൂ ഈസ് എ ബെറ്റർ കുക്ക്? കുക്ക്. അത് ബേബി. ഭാഗ്യം, ഒരു നല്ലത് കിട്ടി. ഹൂ കംപ്ലൈൻസ് മോർ? ആർക്കാണ് കൂടുതൽ പരാതി വീട്ടില്? പരാതി ബേബിക്ക്. നീ അതില് മുങ്ങി കിടന്ന ബേബി, പൊങ്ങണ്ട. നല്ല ഉണ്ടെങ്കിൽ വിളിക്കാം. ഹൂ ഈസ് മോർ സപ്പോർട്ടീവ്? അത് കണ്ണൻ. കണ്ടൻ ചേട്ടൻ അമ്മ വെച്ചോണ്ട് ഇതേ ഗെയിം ഞാൻ ഒന്നും കൂടി കളിക്കണുണ്ട്. ഹൂ ഫൈറ്റ്സ് മോർ? ആരാണ് കൂടുതൽ അടി ഉണ്ടാക്കണത് സൈഡില്? നീ പറയടാ. എന്ത് നോക്കിക്കണം നീയേ? അല്ല, അറബിക്കടലിൽ നിൽക്കണം, അതാ നല്ലത്. ഹൂ ഈസ് മോർ ആർട്ടിസ്റ്റ്? കലാപരമായി കൂടുതൽ ആരാണ്? അത് ബേബിക്ക്. ആ ചോദ്യം വെക്കണ്ടായിരുന്നു. അവനൊരു മൂളിപ്പാട്ട് പോലും പാടാറില്ലത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഇതിൽ ആരെയാണ് അമ്മയ്ക്ക് ഹൂ ഈസ് മോർ സോഷ്യൽ? അത് ആരെയാണ് പുറത്ത് കൊണ്ടുപോയി കൂടുതൽ ആൾക്കാരായിട്ടൊക്കെ എൻഗേജ് ആയിട്ട് നിൽക്കുന്നത്? ഹൂ ഈസ് മോർ സോഷ്യൽ? നിനക്ക് ഇതിന്റെ ബന്ധുക്കൾ എത്ര പേര് അറിയാം? നിന്റെ ബന്ധുക്കൾ എത്ര പേര് നിനക്ക് അറിയാം? സത്യം. ഓരോ തവണ അമ്മ എന്റെ ആരുടെ ഇതിനെ പോയി കഴിഞ്ഞപ്പോ അമ്മയുടെ അടുത്താന്ന് തോന്നുന്നത്, ശ്രീകുട്ടന്റെ വെഡിങ് ഈവിന് പോയപ്പോ, ഓ ഇത് മോന്റെ ഭാര്യയാണല്ലേ വേങ്കൂരാരാണ്. അതാ എല്ലാരും വീട്ടിൽ ചോദിക്കുന്നത് മോന്റെ ഭാര്യയാണല്ലോ ചോദിക്കുന്നത്. അമ്മ വീട്ടില്. അതാ സ്വന്തം അമ്മ വീട്ടില്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പൊ തൽക്കാലത്തേക്കുള്ളൂ? ചോദിക്കും. 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൽ ആരാണ് ഇട്ട ഉടുപ്പ് മാറാത്തത്? ഒരാഴ്ചത്തെ പോലും ഇട്ട ഉടുപ്പ് മാറാത്ത ആള്. മുക്കമ്മ. അടുത്തത് അമ്മ, ഇതിൽ ആരാണ് ഏറ്റവും കുറച്ച് കുളിക്കണത്? ആരാണ് ഏറ്റവും കുറച്ച് കുളിക്കണത്? നിന്നെ ഇന്ന് കുളിപ്പിച്ചാണ് കേട്ടാ. മുങ്ങ്. കുളിക്കാതെ ഉടുപ്പാറ്റിട്ട് കാര്യമില്ലടി. ഇതില് ആരാണ് എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാണ്ടിരിക്കണ ഒരാൾ? നീ എന്നാ? അതെ, മറവി കൂടുതൽ ആർക്കാണ്? മറവി കൂടുതൽ സത്യം പറയണമ്മ. ഇനി അടുത്തത് ഒന്ന് കോംപ്രമൈസ് ആവാം. ഇനി എന്തൊരു ചോദ്യം ഉണ്ടോ? ശരി, സത്യത്തിൽ അവനാണ് മറവി. അമ്മ എന്ത് കോംപ്രമൈസ് ആവാൻ വേണ്ടി മുക്കിയാണെന്ന്. ഞാൻ ഒന്നും ചോദിക്കല്ലോ, ഇവര് ഒത്തു കളിക്കുക. നീ ചോദിക്കും. നിനക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നേ. ചോദ്യം ഇല്ല.
ചോദിച്ചാൽ നീ മുങ്ങി കിടക്കേണ്ടി ഉള്ളതിനകത്ത്. അപ്പൊ അത്രേ ഉള്ളത് ഇന്നത്തെ ചെറിയൊരു ഒരു ഗെയിം ഷെയർ. അപ്പൊ നമ്മൾ വേറെ ഗെയിംസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പി പോയിട്ട് അറബിക്കടലിൽ മുങ്ങി വരട്ടെ. 24 ചോദ്യം കൂടെ ചോദിച്ചു, അതില് 23 അവള് മുങ്ങി. 24 ചോദ്യം നല്ലത് ഉണ്ടാക്കി വെച്ചിട്ട് അവൻ നീ ഒരു കാര്യം, നീ ഒരു 3 ചോദ്യം ചോദിച്ചാൽ നന്നാ ചോദിക്കും. ഒരു 3 ചോദ്യം ചോദിക്കും, നല്ല 3 ചോദ്യം. നല്ല 3 ചോദ്യം. അമ്മ ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ്? അത് പേപ്പിക്ക്. അപ്പോഴും നല്ലതല്ലടാ. പിന്നെ അമ്മ ഷുണ്ടൂനെ കൂടി നോക്കണാരമ്മ. കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും വെഗ്ലി? ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വെഗ്ലി? കണ്ണനെ. അതാണ് ഞാൻ ആക്റ്റീവാണ്, നീ പാസീവ് ആണ്. വെഗ്ലി എന്ന് പറഞ്ഞ ആക്റ്റീവ് അല്ല, അല്ല ആക്റ്റീവാണ്. വെഗിളി പറഞ്ഞ ആക്റ്റീവാണ്. കഴിഞ്ഞ മതി എന്നാ. ലാസ്റ്റ് ഒരു നല്ല ചോദ്യം ചോദിക്കും, നിന്നെ സമാനം ചോദിക്കും. നല്ല ചോദിക്കുക. ഇത്രേ ഉള്ളൂ. വെള്ളം കോരിട്ട് മൂത്രം ഒഴിച്ചാലോ. നീ പോയി കുളിച്ചോ. എന്താണ് പീപ്പിക്ക് അങ്ങനെ 1 മാസം ശേഷം കുളിച്ചായിരുന്നമ്മ. എന്ത് സത്യം? 1 മാസം ശേഷം കുളിച്ചിട്ട് ഈ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും ബുദ്ധി എന്നുള്ളത് ചോദിക്കാം. അമ്മ ആർക്കാണ് അമ്മയ്ക്കുള്ള ഏറ്റവും ബുദ്ധി? രണ്ടുപേർക്കും ബുദ്ധിയില്ല. ഇച്ചിരിയെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നു. ഇവിടെ മന്ദമതി കളിക്കാതെ അമ്മ പറഞ്ഞു.